ഷവോമിയുടെ ഏറ്റവും പുതിയ ഡിവൈസ് ആയിട്ടുള്ള ഷവോമി Mi 10T Proയുടെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊല്ലത്തുള്ള Mi സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ Mi സ്റ്റോറിൽ വന്നാണ് നമ്മൾ ഇന്ന് ഈ ഷവോമിയുടെ Mi 10T Pro എന്ന ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് Mi 10T Pro എന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ മൊഡ്യൂളിന് മുകളിലും ഇത്തരത്തിൽ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ഒരു ഫോം ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം വലിയ സൈസാണ്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 218 ഗ്രാമാണ്. മൊത്തത്തിൽ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമ്മളിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവറിനും അതുപോലെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് വരുന്ന സ്ക്രീൻ ഗാർഡിനും തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ആൻറ്റി ബാക്ടീരിയൽ സപ്പോർട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് കൂടുതൽ ഒരു ഹെൽത്ത് വൈസ് നമുക്ക് കൂടുതലൊരു പ്രൊട്ടക്ഷനും ഈ ഒരു ഫോൺ നൽകുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Mi 10T Pro. അടുത്തതായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് Mi 10T Proയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് അഡാപ്റ്റീവ് എന്ന് പറയുന്നൊരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ അല്ലെങ്കിൽ അഡാപ്റ്റീവ് സിങ്ക് റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും വേണ്ടി വരത്തില്ല. ഹൈ പെർഫോമൻസ് ഉള്ള ചില ഗെയിമിങ്ങൊക്കെ കളിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വേണ്ടി വരുന്നത്. അത്തരം സാഹചര്യങ്ങളെ ഫോൺ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 30 ഹെഡ്സ് മുതൽ 144 ഹെഡ്സ് വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ തന്നെ മാറും. ഇതാണ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ അല്ലെങ്കിൽ അഡാപ്റ്റീവ് സിങ്ക് റിഫ്രഷ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഇപ്പോൾ നമുക്ക് ഹൈ റിഫ്രഷ് റേറ്റ് വേണ്ടാത്ത സമയങ്ങളിൽ ലോ റിഫ്രഷ് റേറ്റിലേക്ക് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയും ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ 30 ഹെഡ്സ് മുതൽ 144 ഹെഡ്സ് വരെ വ്യത്യസ്ത റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് Mi 10T Pro. HDR10 സപ്പോർട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്കും ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലും വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10ൽ അധിഷ്ഠിതമായി ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUI 12ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഈ ഒരു ഫോണിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റായിട്ട് ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫേസ് അൺലോക്ക് സംവിധാനവും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഫോണിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് IR ബ്ലാസ്റ്റർ സംവിധാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് IR ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡിവൈസുകളെ നമുക്ക് ഈ ഒരു ഫോൺ ഒരു റിമോട്ട് പോലെ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് 360 ഡിഗ്രി ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു 360 ഡിഗ്രി ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ നമ്മെ സഹായിക്കും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ 5G സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിനകത്ത് 2 സിം കാർഡുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഈ 2 സിം കാർഡുകളും 4G സപ്പോർട്ടുള്ള സിം കാർഡുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡ്യുവൽ 4G സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണാണെന്ന് പറയേണ്ടി വരും. മൊബൈൽ റേഞ്ച് തീരെ കുറവുള്ള ഭാഗങ്ങളിൽ പോലും നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതെ വൈഫൈയുടെ സപ്പോർട്ട് കൂടി ഫോൺ ചെയ്യാൻ സാധിക്കുന്ന വൈഫൈ കോളിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്തുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വൈഫൈ എന്ന് പറയുന്നത് വൈഫൈ 6 ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. NFC സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാം. അതായത് NFC സപ്പോർട്ടുള്ള മറ്റൊരു ഫോണുമായിട്ട് നമുക്ക് പരസ്പരം ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ഫയലുകൾ പോലും കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ക്യാമറ ടു API സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഷവോമിയുടെ ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷൻ മാറ്റി വേണമെങ്കിൽ ഗൂഗിൾ ക്യാം പോലെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി മികച്ച രീതിയിൽ ഫോട്ടോകൾ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. അതുപോലെ വൈഡ് വൈൻ L1 സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നമുക്ക് HD കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് ആസ്വദിക്കാനാകും.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. ഒരു സ്പീക്കർ വന്നിട്ട് ഫോണിൻ്റെ ഫയറിംഗ് രീതിയിലും മുകളിലുമായിട്ടാണ് മറ്റൊരു സ്പീക്കർ നൽകിയിരിക്കുന്നത്. മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാലും LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും മികച്ച ഒരു വീഡിയോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. മികച്ച കളർ റീപ്രൊഡക്ഷനൊക്കെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 865 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ലഭ്യമാവുക. 8GB റാം 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻറ്റ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR5 റാമാണ്. ഇന്ന് ഇറങ്ങിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാമാണ് LPDDR5. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പെർഫോമൻസ് സാധാരണ റാമുകളിൽ നിന്നും LPDDR5 റാമുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഫയൽ സ്റ്റോറേജിന് UFS 3.1 എന്ന ഫീച്ചറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് പാർട്ടായിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 108 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ HMX എന്ന് പറയുന്ന സെൻസറാണ്. സെക്കൻഡറി ക്യാമറയായിട്ട് 13 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ സെൻസർ നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ ക്യാമറയായിട്ട് 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഈ മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൻ്റെ ക്യാമറയോട് വളരെ അടുത്തുള്ള ഒബ്ജക്റ്റുകളെ പോലും വളരെ വലുതാക്കിക്കൊണ്ട് മാക്രോ രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കും. ഫ്രണ്ട് ക്യാമറ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ ഇടത് സൈഡിൽ ഒരു പഞ്ച് ഹോളിലാണ് നൽകിയിരിക്കുന്നത്. 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ ഇവിടെ സാധാരണ DSLR ക്യാമറയിലെ ലെൻസിലൊക്കെ നൽകുന്ന തരത്തിലുള്ള സ്റ്റെബിലൈസേഷനായിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ 8K റെസൊല്യൂഷനിൽ വരെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും ഈ ഒരു പ്രത്യേക പ്രൈസ് റേഞ്ചിൽ നമുക്ക് 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഫോൺ ഇല്ലെന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചറുകളാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകിയിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഡ്യുവൽ വീഡിയോ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഒരുമിച്ച് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഡ്യുവൽ വീഡിയോ. അതുപോലെ വ്ളോഗ് എന്ന് പറയുന്നൊരു ഫീച്ചറും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സൈഡിൽ നൽകിയിട്ടുണ്ട്. മികച്ച രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് എഡിറ്റിംഗ് സ്കില്ലൊന്നും ഇല്ലാത്തവർക്ക് പോലും ഈ വ്ളോഗ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്താൽ ഈ ഒരു ഫോണിൻ്റെ ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷനിലെ ഈ വ്ളോഗ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അധികം എഡിറ്റിംഗ് സ്കിൽ ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിൽ വ്ളോഗ് ചെയ്യാനും മറ്റും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സഹായിക്കും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ISO ലെവൽ നമുക്ക് മിനിമം 50ലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണ DSLR ക്യാമറകൾ പോലും മിക്ക DSLR ക്യാമറകൾ പോലും ISO ലെവൽ 100ൽ താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ക്യാമറകൾ ഹൈ എൻഡ് ക്യാമറകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു സ്മാർട്ട് ഫോണുകളിലും ഇത്തരത്തിൽ ISO ലെവൽ 100ൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇവിടെ ISO ലെവൽ 50ലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റുള്ള സമയങ്ങളിൽ പോലും നല്ല രീതിയിൽ നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഈ ഒരു ഫോണിനകത്തുള്ള മറ്റൊരു ഫീച്ചറാണ് ഫോട്ടോ ആൻഡ് വീഡിയോ ക്ലോണിംഗ് ഫീച്ചർ. അതായത് ഒരേ ഫ്രെയിമിൽ തന്നെ സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ ഡബിൾ റോൾ കാണുന്നത് പോലെ നമ്മളുടെ തന്നെ ഒരേ ഫ്രെയിമിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിർത്തി വീഡിയോകളും ഫോട്ടോകളും എടുക്കാനുള്ള സംവിധാനവും ഈ ഒരു ഫോണിനകത്തുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിരിക്കുന്നു. ചാർജിങ്ങിന് വേണ്ടി Type C പോർട്ടാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ചാർജിങ്ങിലുമുണ്ട് ചില പ്രത്യേകതകൾ. ഈ ഒരു ഫോൺ ഡ്യുവൽ സ്പ്ലിറ്റ് ചാർജിങ് ആണ് നടക്കുന്നത്. സാധാരണ മിക്ക ഫോണുകളിലും അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഒരൊറ്റ ചേമ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ടൈമിലാണ്. എന്നാൽ ഇവിടെ ഈ ഒരു ബാറ്ററി 2 വ്യത്യസ്ത ചേമ്പറുകളായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2 ചേമ്പറുകളിലും ചാർജിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് നമുക്ക് ബാറ്ററിയുടെ ആയുസ്സും കൂടുതൽ കിട്ടുമെന്ന് നമുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ട് നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു പേപ്പർ ബോക്സ് ആണ് കാണുന്നത്. അതിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ നമുക്ക് കാണാം. അതുപോലെ Type C to 3.5 mm അഡാപ്റ്റർ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫോണിനകത്ത് 3.5 mm പോർട്ടില്ല. പകരം ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3.5 mm ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്യാം. യൂസർ മാനുവൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ബാക്ക് കേസ്, ഇവിടെ Xiaomi എന്നുള്ള വലിയൊരു ബാഡ്ജിങ് ഇതിനകത്ത് കാണാം.
ഇതൊരു ഡുവൽ ടോൺ രീതിയിലാണ് ഈ ഒരു ബാക്ക് കേസ് നൽകിയിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ടൈപ്പ് സി ചാർജർ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് Mi 10T Pro എന്ന വേരിയൻ്റാണ്. ഇത് കൂടാതെ ഇതിൽ നിന്ന് അല്പം കൂടി ഒരു പ്രൈസ് കുറഞ്ഞ Mi 10T എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് കൂടിയുണ്ട്. ഈ Mi 10Tയും Mi 10T Proയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. Mi 10T Proയിലേക്ക് വരുമ്പോൾ 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ Mi 10Tയിലേക്ക് വരുമ്പോൾ അത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നു. അതുപോലെ Mi 10T Proയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും നൽകിയിട്ടുണ്ട്. എന്നാൽ Mi 10Tയിലാകട്ടെ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമാണ്. ഇങ്ങനെ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ Mi 10T Proയും Mi 10Tയും തമ്മിൽ വരുന്നുള്ളൂ. ഈ ഒരു ഫോൺ 2 വ്യത്യസ്ത നിറങ്ങളിലാണ് ലഭ്യമാവുക. കോസ്മിക് ബ്ലാക്കും ലൂണാർ സിൽവർ, ഇങ്ങനെ 2 വ്യത്യസ്ത നിറങ്ങളിലാണ് Mi 10T Pro ലഭ്യമാവുന്നത്. അപ്പോൾ നമ്മളിന്ന് പരിശോധിച്ച Mi 10T Pro അല്ലെങ്കിൽ Mi 10T തുടങ്ങിയ ഫോണുകളും ഷവോമിയുടെ മറ്റ് ഫോണുകൾ കൂടാതെയുള്ള മറ്റ് ഗാഡ്ജറ്റുകളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നമ്മളിന്ന് ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്ന തരത്തിലുള്ള 100-ലധികം Mi സ്റ്റോറുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അവിടെ വന്ന് നമുക്ക് ഈ ഒരു ഷവോമിയുടേതായിട്ടുള്ള ഗാഡ്ജറ്റുകളും ഫോണുകളും ഒക്കെ വാങ്ങാവുന്നതാണ്. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് local.mi.com എന്ന സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ local.me.com എന്ന സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയാലുള്ള ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾ വാങ്ങുന്നത് ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അടുത്തുള്ള Mi സ്റ്റോറിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെലിവറി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഷവോമിയുടേതായിട്ട് കേരളത്തിൽ ഇനിയും കൂടുതൽ Mi സ്റ്റോറുകൾ ഉടൻ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തും. കാട്ടാക്കട, അഞ്ചൽ, തൃക്കരിപ്പൂർ, തിരൂർ, മുണ്ടക്കയം എന്നീ സ്ഥലങ്ങളിലാണ് ഉടൻ തന്നെ ഷവോമി പുതുതായിട്ട് ഇത്തരത്തിൽ Mi സ്റ്റോറുകൾ ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് നമുക്ക് അറിയേണ്ടത്. Mi 10T Pro നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ലഭ്യമാവുക. 8GB RAM 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 39,999 രൂപയാണ്. എന്നാൽ Mi 10T 2 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. 6GB RAM 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 35,999 രൂപയും. എന്നാൽ Mi 10T 8GB 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻ്റെ വില 37,999 രൂപയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായിട്ടുള്ള Mi 10T Proയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും അധികം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.